ഡാർലിംഗ്, മൈ മേഴ്സി, നീ എന്നെ കയറി എത്ര ഇടിയാണ് ഇടിച്ചു കളഞ്ഞു. അയ്യോ, ഞാനോ? അല്ല, ഞാൻ നല്ല കളക്ഷൻ പോയിന്റ് ഒരു സ്റ്റണ്ട് സീൻ പിക്ചർ ചെയ്യുന്നതിന്റെ തോട്ട്സ്. ഞങ്ങൾ പേടിച്ചു പോയി സാർ. സാരമില്ല, എല്ലാരും പോകാം പ്ലീസ്. അത് സാരമില്ല. ഇവിടുത്തെ ബില്ലിനെ പറ്റിയൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. പക്ഷേ സുമതിയെ ഞാൻ പറഞ്ഞ ഡോക്ടറെ കഴിയുന്നതും വേഗം കാണിക്കണം. അദ്ദേഹം മിടുക്കനുമാണ്. പാവപ്പെട്ട എനിക്ക് സാറ് ചെയ്തെന്ന ഈ ഉപകാരം ഒന്നും പറയണ്ട, സന്തോഷമായി പോയിക്കോളൂ. സുമതി, എന്താ സാർ? ഒന്നും പേടിക്കണ്ട കേട്ടോ. പിന്നെ കണ്ണു സുഖമായിട്ട് ഇങ്ങോട്ട് വരണം. വരാൻ സാർ. വരട്ടെ സാർ. ഒരു ഓപ്പറേഷൻ ഉടനെ ചെയ്യണം, വിത്തിൻ 4 days. അല്ലാത്ത പക്ഷം ജീവിതാവസാനം വരെ ഈ കുട്ടി അന്ധയായി കഴിയേണ്ടി വരും. അയ്യോ, എന്റെ അനുജത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. രക്ഷിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. മിനിമം ഒരു 1500 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണു ഞാൻ സുഖപ്പെടുത്തി തരാം. അയ്യോ, 1500 രൂപയോ? ഞാനൊരു കൂലിക്കാരിയാണ് സാർ. എന്നെ കൊണ്ട് ഇത്രയും തുക ഉണ്ടാക്കാൻ. അപ്പോൾ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോകൂ. ഇവിടെ കൊണ്ടുവരണമെന്നാണ് മേനോൻ സാർ പറഞ്ഞത്. സോറി, ഇത്രയും തുകയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. മോൾ ഇതും കൂടെ കഴിച്ചാൽ മതി ചേട്ടാ, ഒത്തിരി ഉണ്ടില്ലേ? ആശാനെ, എന്താടാ കിളി? മുതലാളി പിന്നെ ആളെ വിട്ടു. കിളിച്ചേട്ടാ, എന്താ കുഞ്ഞ്? കിളിച്ചേട്ടൻ നല്ലേന്ന് അറിയാനാ. എന്നിട്ട് എന്ത് പറഞ്ഞു? ആശാനെ കൊണ്ട് പറ്റൂല, ഈ താക്കോൽ ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. കൊടുത്തില്ലെങ്കിൽ എടുത്തോണ്ട് പോകുമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ അതിനവന്റെ ഗീറ് പറയ്ക്കും. ആശാനോട് പോയിട്ട് അവരത് എന്നോട് പറയുന്നില്ല. ഞാനേ പട്ടാളം വാസുവിന്റെ സ്റ്റെപ്പിനെയാ. അപ്പൊ എനിക്ക് ലോഡ് എടുക്കണോ? ഇന്നലെ തന്ന കാശൊക്കെ തീർത്തോ? ഇന്നലെ മുഴുവൻ ഫസ്റ്റ് ഗീറിലായിരുന്നു ആശാനെ. അതുകൊണ്ട് ഡീസൽ ചെലവ് അല്പം കൂടി. എന്നാ വെച്ചോ. 1500 രൂപയോ? എന്റെ അല്ല. നീ ഇങ്ങനെ എപ്പോഴും വന്ന് രൂപ ചോദിച്ചാൽ ഞാൻ എവിടെ പോകാനാ? എന്റെ ജീവിതകാലം മുഴുവൻ ഇവിടെ വേല ചെയ്ത് ഞാൻ ഈ കടം വീട്ടിക്കൊള്ളാൻ കൊച്ചമ്മ. നീ എവിടുന്നെടുത്ത് വീട്ടാനാ ജാനു? വാസു ആണെങ്കിൽ കള്ളുകുടിയൻ, നീ ആണെങ്കിൽ കൂലിവേലക്കാരി. 50 100 വല്ലതും ആണെങ്കിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല കൊച്ചമ്മേ. അത് തന്നെയാ ഞാനും പറയുന്നത്. ഉള്ളത് പറയാമല്ലോ. അത്രയും രൂപ തരാൻ എന്നെ കൊണ്ടാവില്ല. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ഇവിടെ ജോലി ചെയ്യണ്ട. ചന്ദ്രകുഞ്ഞെ, പാല്. ഞാൻ തൊട്ടതല്ല, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. അതിനെന്താ കുഞ്ഞ് ഭയപ്പെടുന്നത്? അഥവാ കുഞ്ഞിന്റെ കൈയൊന്ന് മുട്ടിയെന്ന് കരുതി എന്താ അപ്പോ? അല്ല, കൈ അമ്മ. ജാനു, നീ പോവാനോടി? അതേ കൊച്ചമ്മേ. ദാ കുറച്ച് രൂപയുണ്ട്. ഇനി കൂടുതൽ ഒരു പൈസ തരാൻ എന്നെ കൊണ്ടാവില്ല. ഇത് തന്നെ ഉണ്ടായിട്ടല്ല, നിന്റെ വിഷമം കണ്ടിട്ടാ. പിന്നൊരു കൊച്ചിന്റെ കണ്ണു തെളിയാൻ വേണ്ടിട്ടല്ലേ എന്ന് വിചാരിച്ച. ശരി, പോയിട്ട് വാ.
ആരാണ് നാടൻ വല്യപ്പൻ? അതായിരുന്നു സാറേ മേഴ്സിയുടെ അപ്പച്ചൻ. നല്ല നേരത്ത് തന്നെ അടിയാൻ അങ്ങ് പോയി. വെരി സോറി. തന്തയില്ലാത്ത എന്റെ മോളെ ഇത്രയൊന്ന് വളർത്തിയെടുക്കാൻ ഞാൻ എത്ര പാടുപെട്ടെന്നോ. ഇനി അവളുടെ എല്ലാ സാറിന്റെ കയ്യിലാ. സാറാമ്മേ, ഈ പശയെ പറ്റി നിങ്ങൾക്ക് ഒരു നോമിനേഷനും ഇല്ല. നമ്മുടെ മേഴ്സിക്കുട്ടിയെ ചലച്ചിത്ര ലോകത്തിൽ വലിയ ചോദ്യചിഹ്നമായി ഞാൻ വളർത്തും. ഈ പശ വളർത്തും. ഇവന്മാരാരും കൊണ്ടുപോകാത്തടത്ത് ഞാൻ മേഴ്സിക്കുട്ടിയെ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യും. സ്വിറ്റ്സർലാൻഡ്, അല്ല സാറേ, എനിക്കൊരു സംശയം. സാറിന് എന്താ ഇങ്ങനെ ഒരു പേര്? ഈ അമ്മച്ചിക്ക് എന്തറിയാം? അത് സാറിന്റെ തൂലികയുടെ നാമമാണ്. പന്നിമറ്റ തടക്കാച്ചോട്ടിൽ ശങ്കരൻ മകൻ അയ്യപ്പൻ. രാശിയുള്ള പേരായതുകൊണ്ട് ഞാനതിനെ ലവ് ചെയ്യും. ആ, സാറിന് എന്താ കുടിക്കാൻ? എന്തെങ്കിലും ഒരു ഗ്ലാസ്. Come on, my son. എന്താണ് ഇത് നാളെ വിചാരിക്കുന്നു? വെള്ളം ചേർക്കാത്ത തനി തെങ്ങ. Coconut drink is a wonderful. ഇതെന്താ മോയലാണോ? അല്ല, കോഴിയാ സാർ. വൈറ്റിലകാനാ. സായിപ്പ് കോഴിയോ? നന്നായിട്ടുണ്ടോ സാറേ? ഒരു ഓപ്പറേഷൻ ഉടനെ ചെയ്യണം, വിത്തിൻ 4 days. അല്ലാത്ത പക്ഷം ജീവിതാവസാനം വരെ ഈ കുട്ടി അന്ധയായി കഴിയേണ്ടി വരും. മിനിമം 1500 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണ് ഞാൻ സുഖപ്പെടുത്തി തരാം. 1500 രൂപയോ? എന്റെ അങ്ങനില്ല. നീ ഇങ്ങനെ എപ്പോഴും ഓടി വന്ന് രൂപ ചോദിച്ചാ ഞാൻ എവിടെ പോകാനാ? ബ്ലോക്കിൽ ഒരുപാട് പശുക്കളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗോപി. 5 ഉണ്ടായിരുന്നു അച്ചമ്മേ. നല്ല പോലൊക്കെ ചെയ്തിട്ടുണ്ടോ എന്തോ. ഇത്തവണയെങ്കിലും ചന പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. വിളിച്ചോ അച്ഛമ്മേ? ഗോപിക്ക് ചോറ് കൊടുക്ക്. നേരം വെളിച്ചമായപ്പോ പോയതാ. ബാ ബാ പാടി മോളെ ബാ.
കുഞ്ഞ് ഇങ്ങനെ നോക്കുന്നത്? എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ ഒന്നുമില്ല. ചന്ദ്രകുഞ്ഞ് എന്താ ഇങ്ങനെ പേടിക്കുന്നത്? അയ്യോ ജാനു, പതുക്കെ പറയൂ. അമ്മ പേടിക്കണ്ട, അമ്മ ഉറങ്ങുവാ. ജാനു, എന്താ കുഞ്ഞെ? ജാനു അമ്മയോട് പറയൂ. എന്തോന്ന്? ഞാൻ നോക്കിയത്. ഒന്ന് നോക്കുന്നതൊക്കെ ചെന്ന് പറയാൻ ഞാനെന്താ കൊച്ചു കുഞ്ഞാണോ? കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ കുഞ്ഞ് നോക്കുന്നത്? അതെ. കുഞ്ഞെ, ചന്ദ്രകുഞ്ഞ് എന്നെ ഒന്ന് സഹായിക്കുമോ? എന്താ? എന്നാൽ എനിക്ക് ചെയ്തു തരുന്ന വലിയ ഉപകാരമായിരിക്കും. എന്താന്ന് പറയൂ. എനിക്കൊരു 500 രൂപ തരണം. 500 രൂപയോ? ആരും അറിയാതെ തരണം. ഇത്ര വലിയൊരു ആവശ്യം എനിക്കുണ്ടായിട്ടില്ല കുഞ്ഞെ. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി 11 മണിക്ക് കാർ ഷെഡിൽ കാത്തിരിക്കും.